ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. അധ്യാത്മരാമായണം ഗദ്യപാരായണം 40-ാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. നമുക്ക് ഇന്ന് വായിക്കേണ്ടത് ഉത്തരരാമായണത്തിലെ അവസാന അധ്യായം, അതായത് 3-ാമത്തെ അധ്യായമാണ്. നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം. ശർക്കര, പാല്, പഞ്ചസാര, തേൻ എന്നിവ വെള്ളിത്താലത്തിൽ വെച്ചിട്ടുണ്ട്. അതെല്ലാം ഭുജിച്ച് നിന്റെ മനസ്സ് തെളിയുമ്പോൾ നീ രാമമാഹാത്മ്യം എന്നോട് പറയണം. രാമനാമം കൊണ്ട് മോക്ഷപ്രാപ്തി ഉണ്ടാകും. ഇപ്രകാരം കവി പറയുന്നത് കേട്ട് കിളിമകൾ പറഞ്ഞു, കാൽ ക്ഷണം പോലും കളയാതെ ഭക്തിയോടെ മോക്ഷദായകമായ രാമകഥ കേട്ടുകൊള്ളൂ. രാവണൻ തുടങ്ങിയ രാക്ഷസന്മാരെയും വധിച്ച് ദേവകളാൽ അഭിവന്ദ്യനായ ശ്രീരാമൻ പുഷ്പക വിമാനത്തിൽ കയറി അയോധ്യയിലെത്തി അഭിഷേകവും നടത്തി അഗസ്ത്യമുനി അരുൾ ചെയ്ത രാക്ഷസ കഥയും കേട്ട് സന്തോഷിച്ച് അവരെയൊക്കെ യാത്രയാക്കി. സഹോദരന്മാരോടുകൂടി രാജ്യഭരണം നടത്തിക്കൊണ്ട് ശ്രീരാമചന്ദ്രൻ സീതയോടൊപ്പം വനക്രീഡയും ജലക്രീഡയും ചെയ്ത് രമ്യഹർമ്മങ്ങളിൽ വളരെ കാലം വസിച്ചു. സമസ്ത ലോകരും ആശ്വസിച്ചു. ആ സമയത്ത് സീതാദേവി ഗർഭിണിയായി. ശ്രീരാമചന്ദ്രൻ അതീവ സന്തുഷ്ടനായി. പൗരജനങ്ങൾ വാർത്ത കേട്ട് ആനന്ദിച്ചു. അങ്ങനെ വസിക്കുന്ന വേളയിൽ ശ്രീരാമചന്ദ്രൻ സീതാദേവിയോട് ചോദിച്ചു, വല്ലഭേ, നീ ഇപ്പോൾ ഗർഭിണിയാണല്ലോ. നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ പറയണം. ഗർഭിണികളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്തില്ലെങ്കിൽ സന്താനങ്ങൾക്ക് വൈകല്യമുണ്ടാകും. ദുർലഭമായ കാര്യമായാൽ പോലും എന്നോട് പറയാൻ മടിക്കണ്ട, ഞാൻ സാധിച്ചു തരും. ഇത് കേട്ട് സീതാദേവി പറഞ്ഞു, നാം വനവാസകാലത്ത് ഓരോ മുനിപത്നിമാരുമൊത്ത് ആശ്രമത്തിൽ വസിച്ചല്ലോ. അപ്രകാരം വീണ്ടും ആ മുനിപത്നിമാരോടൊത്ത് ഒരു ദിവസം ആശ്രമവാസം ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. മറ്റൊരാഗ്രഹവും എനിക്കില്ല. എന്നാൽ നാളെ തന്നെ ഞാൻ ലക്ഷ്മണനെ തുണയ്ക്ക് കൂട്ടി വനത്തിലേക്ക് പോകാനുള്ള ഏർപ്പാട് ചെയ്യാം എന്ന് ശ്രീരാമൻ സീതാദേവിയെ അറിയിച്ചപ്പോൾ സീതാദേവിക്ക് സന്തോഷമായി. ശ്രീരാമൻ സിംഹാസനത്തിലിരുന്ന് രാജകാര്യങ്ങളിൽ മുഴുകി. സീതാ പരിത്യാഗം. അന്നേരം വിജയൻ, മധുദത്തൻ, കാശ്യപൻ, പിംഗലൻ, സുരാജി, മാഗധൻ, കാലകൻ, ഭദ്രൻ തുടങ്ങിയവരെല്ലാം ശ്രീരാമചന്ദ്രനെ സേവിക്കുന്നതിനായി എത്തി വണങ്ങി കൈകൂപ്പി സ്തുതിച്ചുകൊണ്ട് നിന്നു. സന്തോഷത്തോടെ ശ്രീരാമൻ അവരോട് ചോദിച്ചു, നിങ്ങൾ സത്യം പറയണം. എന്നെക്കുറിച്ചും നമ്മുടെ അനുജന്മാരെയും അമ്മമാരെയും സീതയെയും കുറിച്ചും ജനങ്ങൾ എന്തു പറയുന്നു? ഇത് കേട്ട് ഭദ്രൻ തൊഴുതുകൊണ്ട് പറഞ്ഞു, രാജാവേ, ജനങ്ങൾ പറയുന്നത് കേട്ടുകൊള്ളൂ. സമുദ്രത്തിൽ ചിറകെട്ടി ലങ്കയിലെത്തി ഘോരനായ രാവണനെയും രാക്ഷസ സൈന്യത്തെയും നിഗ്രഹിച്ച് 14 ലോകങ്ങളും ധർമ്മത്തോടെ സംരക്ഷിക്കാൻ വേറെ ആരാണുള്ളത്? ഇതുപോലൊരു രാജാവ് ഇതുവരെ ഉണ്ടായിട്ടുമില്ല, ഇനി ഉണ്ടാവുകയുമില്ല. ഇങ്ങനെ പല വിധത്തിലാണ് അങ്ങയെ പൗരജനങ്ങൾ വർണ്ണിക്കുന്നത്. ഇത് കേട്ട് ശ്രീരാമൻ അരുളി ചെയ്തു, ഇപ്രകാരം വർണ്ണിക്കുന്നത് മതിയാക്കൂ. രാജസന്നിധിയിൽ ദോഷങ്ങൾ മറച്ച് പൂജനീയ ഗുണങ്ങൾ വർണ്ണിക്കുന്നത് ലോക സ്വഭാവമാണെങ്കിൽ പോലും സത്യം പറയുന്നതാണ് നല്ലത്. ഗുണദോഷങ്ങൾ സമ്മിശ്രമാണ്. എല്ലാവരിലും ദോഷമിശ്രിതമായ ഗുണങ്ങൾ വരികയുള്ളൂ. ദോഷമായി പറയുന്നത് എന്തൊക്കെയാണെന്ന് നീ എന്നോട് പറയൂ. ഭദ്രൻ പറഞ്ഞു, മഹാവിഷ്ണുവിന് തുല്യനായ ശ്രീരാമചന്ദ്രൻ ഈ ചെയ്ത പ്രവൃത്തി മറ്റുള്ളവർക്ക് എങ്ങനെ അറിയാൻ കഴിയും? മായാവിയായ രാവണൻ എന്ന രാക്ഷസൻ തട്ടിക്കൊണ്ടുപോയി ലങ്കയിൽ വളരെ കാലം പാർപ്പിച്ചിരുന്ന സീതാദേവിയെ ഒരു സംശയവും കൂടാതെ രാമൻ പരിഗ്രഹിച്ചതെന്ത്? രാജാവ് കൽപ്പിക്കുന്നത് തന്നെ ചെയ്യുക എന്നതല്ലാതെ ആചാരങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന് പൊതുജനം പറയുന്നു. ഇങ്ങനെയൊക്കെ ചിലർ പറയുന്നതല്ലാതെ വേറെ ദോഷങ്ങളൊന്നും ആർക്കും പറയാനില്ല. ഇത് കേട്ട് ശ്രീരാമൻ വിജയൻ തുടങ്ങിയവരെ സമ്മാനങ്ങൾ നൽകി യാത്രയാക്കി. സന്തോഷത്തോടെ അവർ പോയി കഴിഞ്ഞപ്പോൾ ശ്രീരാമൻ ആലോചനയോടെ കിടക്കറയിലേക്ക് പോയി. പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് കർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ച ശേഷം ശ്രീരാമൻ പാറാവുകാരോട് പറഞ്ഞു, പെട്ടെന്ന് നമ്മുടെ സഹോദരന്മാരെ വരുത്തുക. ഉടൻ തന്നെ ദ്വാരപാലകർ അവരോട് ശ്രീരാമൻ പറഞ്ഞത് അറിയിച്ചു. അനുജന്മാർ ഉടനെ തന്നെ മനഃചാഞ്ചല്യത്തോടെ ശ്രീരാമനെ വന്നു വണങ്ങി. ശ്രീരാമൻ തൻ്റെ സഹോദരന്മാരെ ഗാഠമായി പുണർന്ന് സ്നേഹത്തോടെ അടുത്തിരുത്തിയിട്ട് പറഞ്ഞു, അനുജന്മാരെ, നിങ്ങൾ എൻ്റെ പ്രാണനാണ്. നിങ്ങളെ പിരിഞ്ഞാൽ എൻ്റെ പ്രാണൻ പോകും. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ രാജ്യഭാരം ചുമക്കുന്നത്. ഞാൻ ഭൂമിയിൽ ദശരഥപുത്രനായി ജനിച്ച് സൂര്യവംശത്തിന് ഒരു അപവാദവും ഉണ്ടാകാതെ ജീവിച്ചു. ഇപ്പോൾ എനിക്ക് ദുസ്സഹമായ ഒരു അപവാദം കേൾക്കാനിടയായി എന്നത് നിങ്ങളോട് പറയാനാണ് ഞാൻ നിങ്ങളെ വരുത്തിയത്. 1 വർഷം ലങ്കയിൽ വസിച്ചിരുന്ന സീതയെ ശ്രീരാമൻ സ്വീകരിച്ചത് ശരിയായില്ല എന്ന് പൗരജനങ്ങൾ പറയുന്നു. ബാലന്മാരെ, നിങ്ങളാരും ഇതറിഞ്ഞില്ലേ? ഇതിന് ഞാൻ ഒരു ഉപായവും കണ്ടുവച്ചിട്ടുണ്ട്.
ഞാനത് പറയാം. ഗർഭിണികൾക്ക് ഓരോ ആശകൾ ഉണ്ടാകുമല്ലോ. ഇപ്പോൾ നിനക്കെന്താണ് ആഗ്രഹമെന്ന് ഞാൻ ഇന്നലെ അവളോട് ചോദിച്ചു. പണ്ട് താമസിച്ചതുപോലെ താപസാശ്രമങ്ങളിൽ മുനിപത്നിമാരോടൊത്ത് ഒരു ദിവസം താമസിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് അന്നേരം അവൾ പറഞ്ഞു. അന്നേരം എന്നാൽ ലക്ഷ്മണനെയും കൂട്ടി നാളെ തന്നെ അയക്കാം എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞതുപോലെ നീ അവളെ കൊണ്ടുപോകണം. സീതയെ തേരിൽ കയറ്റി സുമന്ത്രരെയും കൂട്ടി വാത്മീകി മുനിയുടെ ആശ്രമത്തിനടുത്തുള്ള കൊടുങ്കാറ്റിൽ കൊണ്ട് ഉപേക്ഷിച്ച് നീ ഇങ്ങു പോരണം. സംശയിക്കുകയൊന്നും വേണ്ട. ഞാൻ പറയുന്നത് കേട്ടാൽ മതി. മറുത്ത് എന്തെങ്കിലും എന്നോട് പറയുന്നവൻ എൻ്റെ ശത്രുവായിത്തീരും. ലക്ഷ്മണ, നീയും ഞാനും സീതയും വനവാസം അനുഷ്ഠിച്ചിരുന്ന കാലത്ത് ഒരു ദിവസം ഒരു മാനിനെ പിടിക്കാനായി ഞാനും പിന്നീട് സീത പറഞ്ഞത് കേട്ട് നീയും അവിടെ നിന്ന് അകന്നപ്പോൾ ഭിക്ഷുവിൻ്റെ രൂപത്തിൽ വന്ന് രാവണൻ അവളെ തട്ടിക്കൊണ്ടു ലങ്കയിലേക്ക് പോയി. പിന്നീട് നമ്മൾ സുഗ്രീവനോട് സഖ്യവും ചെയ്ത് ബാലിയെ വധിച്ചു. ഹനുമാൻ സീതാദേവിയെ കണ്ടിട്ട് വന്നതിന് ശേഷം കടലിൽ ചിറകെട്ടി ലങ്കയിലെത്തി രാവണനെ വധിച്ചിട്ട് നാം രാവണ സോദരനായ വിഭീഷണനെ ലങ്കയുടെ അധിപതിയായി വാഴിച്ചു. സീതയെ കൊണ്ട് അഗ്നിപ്രവേശം ചെയ്യിച്ച് ദുഃഖത്തോടെ ഞാൻ നിൽക്കുന്ന അവസരത്തിൽ അഗ്നിദേവൻ സീതയെ എൻ്റെ കയ്യിൽ നൽകിയിട്ട് മാനിനിക്കൊരു ദോഷവുമില്ല എന്ന് പറഞ്ഞു. ദേവേന്ദ്രൻ തുടങ്ങിയ ദേവകളും മുനിമാരും ദേവേശനായ മഹാദേവനും ബ്രഹ്മദേവനും ജാനകി ദേവിക്ക് ഒരു ദോഷവുമില്ലെന്ന് പറഞ്ഞതൊക്കെ നീ കേട്ടതല്ലേ. അതുകൊണ്ടാണ് ഞാൻ സീതയെ വീണ്ടും പരിഗ്രഹിച്ചത്. അതുകാരണം എനിക്കിപ്പോൾ നാട്ടിലെല്ലാം ദുഷ്കീർത്തി പരന്നിരിക്കുന്നു. ദുഷ്കീർത്തി ഇല്ലാതാക്കാൻ നിങ്ങളെയും അമ്മമാരെയും രാജ്യത്തെ തന്നെയും ഞാൻ ഉപേക്ഷിക്കും. ഗംഗാ നദിയുടെ തീരത്തുള്ള മഹാകാനനത്തിൽ സീതയെ ഉപേക്ഷിച്ച് നീ തിരിച്ചു പോരുക. ഇത് ദുഃഖകരമാണെന്ന് അറിയാമെങ്കിൽ പോലും നീ ഇത് ചെയ്യുക തന്നെ വേണം. ഈ പ്രവൃത്തി യോഗ്യമല്ലെന്ന് പറയുന്നവൻ എൻ്റെ ശത്രുവാകും. ദുഃഖിക്കാതെ എൻ്റെ ആജ്ഞ അനുസരിച്ചേ മതിയാവും. ഇപ്രകാരം ആജ്ഞാപിച്ച് ആറൊഴുകുന്നത് പോലെ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് മണിയറയ്ക്കുള്ളിൽ കടന്ന് വാതിലടച്ച് ശ്രീരാമൻ ദുഃഖത്തോടെ കട്ടിലിൽ കിടന്നു. അന്ന് രാത്രി കഴിഞ്ഞ് പിറ്റേന്ന് പുലർച്ചയ്ക്ക് ലക്ഷ്മണൻ തൊഴുതുകൊണ്ട് സീതയോട് പറഞ്ഞു, സീതാദേവി, വനഭൂമിയിൽ താപസികളെ കാണുന്നതിനായി പെട്ടെന്ന് തേരിൽ കയറിക്കൊള്ളൂ. അന്നേരം സുമന്ത്ര തേര് തയ്യാറാക്കി വന്നു. പുറപ്പെട്ടോളൂ എന്ന് ലക്ഷ്മണൻ പറഞ്ഞത് കേട്ട് സീതാദേവി തൻ്റെ ഭർത്താവ് ഇന്നലെ പറഞ്ഞ കാര്യത്തിന് മുടക്കമൊന്നും വന്നില്ലല്ലോ എന്ന് ഓർത്ത് സീതാദേവി സന്തോഷിച്ചു. പട്ടുകൾ, വസ്ത്രാഭരണങ്ങൾ, ഇഷ്ടമുള്ള മധുരപദാർത്ഥങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ, ചന്ദനം തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ മുനിപത്നിമാർക്ക് ദാനം ചെയ്യുന്നതിനായി എടുത്തുകൊണ്ട് സീതാദേവി തേരിൽ കയറി. ലക്ഷ്മണനും തേരിൽ കയറി. സുമന്ത്രർ തേര് മെല്ലെ തെളിച്ചു. അന്നേരം സീതാദേവി ലക്ഷ്മണനോട് പറഞ്ഞു, ശുഭശകുനങ്ങൾ അല്ലല്ലോ കാണുന്നത്. എന്താണ് കാരണമെന്ന് പറയൂ. എൻ്റെ ഭർത്താവിനും മനുജന്മാർക്കും സുഖം തന്നെയല്ലേ. ഈ അശുഭ ശകുനങ്ങൾക്ക് കാരണം എന്താണെന്ന് പറയൂ. ലക്ഷ്മണൻ പറഞ്ഞു, പറയുവാനായിട്ട് ഒരാപത്തുമില്ല. നല്ലത് തന്നെ സംഭവിക്കുമെന്നുള്ളതിൽ സംശയമില്ല. ധൈര്യം കൊണ്ട് ദുഃഖത്തെ മറച്ചിട്ടാണ് സീതാദേവിയോട് ലക്ഷ്മണൻ ഇപ്രകാരം പറഞ്ഞത്. അസ്തമയവേളയിൽ അവർ ഗൗതമി നദീതീരത്തെത്തി. പിറ്റേ ദിവസം രാവിലെ അവർ തേരിലേറി ഗംഗാതീരത്തെത്തി സന്ധ്യാവന്ദനങ്ങൾ നടത്തി. ശത്രുനാശകനായ സൗമിത്രി വേഗത്തിൽ സീതാദേവിയുമായി ഗംഗാനദി കടന്നു. വാവിട്ട് കരയുന്ന ലക്ഷ്മണനെ നോക്കി സീതാദേവി ചോദിച്ചു, കുമാര, എന്തിനാണ് നീ കരയുന്നത്? ദുഃഖമുണ്ടാകാൻ എന്താണ് കാരണമെന്ന് എന്നോട് പറയൂ. ജ്യേഷ്ഠനെ പിരിഞ്ഞു പോകുന്നത് കൊണ്ടാണോ നീ ദുഃഖിക്കുന്നത്? 2 ദിവസം പോലും ജ്യേഷ്ഠൻ്റെ വേർപാട് സഹിക്കാൻ നിനക്കാവുന്നില്ലേ? നീ ഇതുവരെയും അദ്ദേഹത്തെ പിരിഞ്ഞിരുന്നിട്ടില്ലല്ലോ. പണ്ട് ഞാൻ 1 വർഷമാണ് ഭർത്താവിനെ പിരിഞ്ഞു കഴിഞ്ഞത്. ഇന്നിനി തപസ്വിനികളെ എല്ലാം കണ്ടിട്ട് നാളെ തന്നെ നമുക്ക് തിരിച്ചുപോയി ജ്യേഷ്ഠനെ കാണാം. ഇപ്രകാരം സീതാദേവി പറയുന്നത് കേൾക്കുന്തോറും ദുഃഖം ഉള്ളിലടക്കാനാവാതെ ലക്ഷ്മണൻ വാവിട്ട് കരയാൻ തുടങ്ങി. സനൽകുമാരൻ എന്ന മുനി അവനോട് പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും ചിന്തിച്ചുകൊണ്ട് സുമന്ത്രർ നിന്നു. സനൽകുമാരൻ എന്ന മുനി തന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും ചിന്തിച്ചുകൊണ്ട് സുമന്ത്രർ നിന്നു. പിന്നെയും കരയുന്ന ലക്ഷ്മണനെ കണ്ട് ദുഃഖിതയായ ദേവി വീണ്ടും ലക്ഷ്മണനോട് ചോദിച്ചു, കഷ്ടം തന്നെ, നീ എന്തിനാണ് ഇങ്ങനെ ദുഃഖിക്കുന്നത്? ഇതുപോലെ ദുഃഖിതനായി ഞാൻ ഇതുവരെ നിന്നെ കണ്ടിട്ടില്ല. ധൈര്യത്തോടെ നീ നിന്റെ ദുഃഖത്തിൻ്റെ കാരണമെല്ലാം എന്നോട് പറയൂ. ധൈര്യം അവലംബിക്കൂ. ഭവാൻ ജ്ഞാനിയല്ലേ, പറയൂ. സീതാദേവിയുടെ നിർബന്ധം മൂലം ലക്ഷ്മണൻ ഗദ്ഗദത്തോടെ പറഞ്ഞു, ശ്രീരാമദേവൻ പറഞ്ഞാൽ
അനുസരിക്കുന്നവർ പലരുമുള്ളപ്പോൾ എന്നെ തന്നെ ഇതിന് നിയോഗിച്ചത് മുൻപ് ഞാൻ ചെയ്ത ദുഷ്കർമ്മത്തിൻ്റെ ഫലത്താലാണ്. എന്നെപ്പോലെ പാപം ചെയ്തവരായി ഈ ഭൂമിയിൽ മറ്റാരും തന്നെയില്ല. ഞാനിങ്ങനെ പുണ്യമില്ലാത്ത മനുഷ്യാധമനായിപ്പോയല്ലോ. അഗ്നിയിൽ ചാടണമെന്ന് പറഞ്ഞാൽ പോലും ഇതിനേക്കാൾ ഭേദമാണ്. അതിലെനിക്ക് ദുഃഖമില്ല. കാളകൂട വിഷം കുടിക്കണമെന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഒട്ടും വൈകാതെ കുടിക്കും. ആർക്കും ചെയ്യാനാവാത്ത ദുഷ്കർമ്മം ചെയ്യാൻ ശ്രീരാമദേവൻ എന്നോട് ആജ്ഞാപിച്ചിരിക്കുകയാണ്. ഭഗവാനെ, ഞാൻ എന്ത് പാപമാണ് ചെയ്തത്? എൻ്റെ പ്രാണനെ ത്യജിക്കുവാൻ ഒരു ഉപായവും കാണുന്നില്ലല്ലോ. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്ന ലക്ഷ്മണനെ കണ്ട് കാരണം എന്തെന്നറിയാതെ വിഷണ്ണയായ സീത കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ലക്ഷ്മണ, ഭർത്താവിൻ്റെ ആജ്ഞ എന്താണെന്ന് നീ എന്നോട് പറയണം. ലക്ഷ്മണൻ, ഭവതിയോട് ഞാൻ എന്ത് പറയാനാണ്? എൻ്റെ മനസ്സ് വെന്തുരുകുന്നു. എന്ത് പറയണമെന്നറിയാതെ എൻ്റെ സങ്കടം വളരുകയാണ്. എൻ്റെ ദുഃഖത്തെ അടക്കാൻ തീയിൽ ചാടുകയോ വിഷം കുടിക്കുകയോ എന്താണ് വേണ്ടത്? ഇപ്രകാരം പറഞ്ഞ് വിലപിക്കുന്ന ലക്ഷ്മണനോട് സീതാദേവി ദുഃഖത്തോടു കൂടി പറഞ്ഞു, എൻ്റെ ഭർത്താവ് നിയോഗിച്ച കർമ്മം എന്താണെന്ന് നീ മടിക്കാതെ പറയൂ. നിനക്ക് പ്രയാസം ഉണ്ടാകുന്നില്ലെങ്കിൽ നീ പരമാർത്ഥമെല്ലാം എന്നോട് പറയൂ. ലക്ഷ്മണൻ പറഞ്ഞു, ഭവതിയുടെ മുന്നിൽ നിന്ന് എനിക്കിപ്പോൾ പറയാൻ തോന്നുന്നില്ലെങ്കിലും ഭവതിയുടെ ഭർത്താവിൻ്റെ നിയോഗം ഞാൻ പറയാം. സീതാദേവിയെ വീണ്ടും പരിഗ്രഹിച്ചത് ശരിയായില്ല എന്ന് പൗരജനങ്ങൾ തങ്ങളിൽ പറയുന്നുണ്ടത്രേ. രാവണൻ കൊണ്ടുപോയി ലങ്കയിൽ പാർപ്പിച്ച ദേവിയെ സ്വീകരിച്ചത് ന്യായമല്ല എന്ന് അവർ പറയുന്നു. ഇങ്ങനെയുള്ള അപവാദം പട്ടണമാകെ നിറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹം കാട്ടിൽ മുനിവരന്മാരുടെ ആശ്രമത്തിൽ സീതയെ കൊണ്ടേ ആക്കിയിട്ട് നീ ഇങ്ങു വരിക എന്ന് എന്നോട് ആജ്ഞാപിച്ചു. ഭവതി ഭർത്താവിനോടും ഞങ്ങളോടും കോപം കൂടാതെ വസിച്ചാലും ഭവതി ശപിക്കുകയാണെങ്കിൽ ഈ 14 ലോകങ്ങളും ദഹിച്ചു പോകുമെന്നുള്ളതിൽ സംശയമില്ല. ഭവതിയെപ്പോലെ പാതിവൃത്യനിഷ്ഠയുള്ള സ്ത്രീ ഈ ത്രിഭുവനത്തിലില്ല. അഗ്നിദേവനും ശ്രീ പരമേശ്വരനും ബ്രഹ്മദേവനും ദേവേന്ദ്രൻ തുടങ്ങിയ ദേവകളും മുനിശ്രേഷ്ഠന്മാരും പറഞ്ഞ വാക്കുകൾ ഒന്നൊഴിയാതെ ഞാനും കേട്ടിരിക്കുന്നു. ദേവി ദുഃഖം വെടിഞ്ഞ് ഈ ആശ്രമത്തിൽ തപസ്വിനിമാരോടൊത്ത് വാഴുക. നമുക്ക് ഇന്നിവിടെ നിർത്താം. നാളെ സീതാവിലാപമാണ്. അതിലേക്ക് നാളെ കിടക്കാം.